ടോപ്പ് ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഫിസിക്സ് ചാപ്റ്റർ 1 സൗണ്ട് വേവ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓസിലേഷൻ? അപ്പോൾ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് ചോദ്യം. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണല്ലേ. ഈ ഒബ്ജക്റ്റ് മുമ്പിലോട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടും ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെ ഫോർവേഡും ബാക്ക്വേർഡ് ആവുന്ന കേസിൽ നമ്മൾ എന്ത് പറയും? ഓസിലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ in which an object moves to and fro at a regular intervals of time about its equilibrium position. അപ്പോൾ ഇതാണ് ഓസിലേഷന്റെ ഡെഫിനിഷൻ. ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ഫൈൻഡ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ? അപ്പോൾ ഇതൊരു വേവ് ആണ്. അപ്പോൾ ഈ ഒരു വേവിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വേവിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ആൻഡ് അതിനെ A എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോക്കാം. We can find the maximum displacement by amplitude. Second, amplitude is the magnitude of maximum displacement to one side from its equilibrium position. The symbol of amplitude is A and the SI unit is meter. Question, what is a period? അപ്പോൾ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വേവ് ആണ്. അതിന് ടൈം പറഞ്ഞിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഓസിലേഷൻ ആണ്, ഇത് മറ്റൊരു ഓസിലേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓസിലേഷൻ, ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓസിലേഷൻ നടക്കാൻ എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് ഈ പീരീഡ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഓസിലേഷന് എത്ര സമയം എടുത്തു. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് ആസ് പീരീഡ് and its symbol is T. SI unit of period is second. Question, if a pendulum takes 1 minute to complete 30 oscillations, how long does it take to complete one oscillation? Okay, അപ്പോൾ അതായത് ഒരു പെൻഡുലം 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 1 മിനിറ്റ് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 30 ഓസിലേഷൻ പറഞ്ഞാൽ 1 മിനിറ്റിൽ അത് 30 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി എത്ര സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് എടുത്തെഴുതാം. എന്താണ്? 30 ഓസിലേഷൻ 1 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 60 സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ 30, അതായത് 30 ഓസിലേഷൻ 1 മിനിറ്റിൽ. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 60/30. അങ്ങനെ ആകുമ്പോൾ ഒരു ഓസിലേഷൻ എത്രയാണ്? 2 സെക്കൻഡ് ആണ് എടുത്തത്. സോ ഇതാണ് ഇതിന്റെ ആൻസർ. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. അതായത് 1 സെക്കൻഡിൽ അതേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പെൻഡുലം എത്ര നമ്പർ ഓഫ് ഓസിലേഷൻ കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് എഴുതാം. അതായത് നമ്പർ ഓഫ് ഓസിലേഷൻ 1 മിനിറ്റിൽ എന്ന് പറയുമ്പോൾ 30 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 30 ഡിവൈഡഡ് ബൈ 60. 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 സെക്കൻഡ്, 1 മിനിറ്റ്, 1 മിനിറ്റിൽ 30 അല്ലേ. അപ്പോൾ 1 സെക്കൻഡിൽ എത്രയാണെന്ന് പറയുമ്പോൾ 30/60 എന്ന് കിട്ടും. അപ്പോൾ 0.5 ഓസിലേഷൻസ് ആണ് 1 സെക്കൻഡിൽ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ് നടക്കുക, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 1 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡിൽ ഇവിടെ 1 ഓസിലേഷനേ നടക്കുന്നുള്ളൂ അല്ലേ.
പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 2 ഓസിലേഷനെങ്കിലും നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ആയിട്ടും ഇത് ഡിനോട്ട് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി ആയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പിക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. The number of oscillations in 1 second is called frequency. The SI unit of frequency is hertz. Okay, നമ്മൾ ഫ്രീക്വൻസി എല്ലാം ഹേർട്സിലായിരിക്കും എഴുതുന്നുണ്ടാവുക. ഇനി frequency is denoted by the letter F. Question: What is natural frequency and what are the factors influence it? അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. നാച്ചുറൽ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബോട്ടിൽ എടുക്കുകയാണ്, ഒരു മെറ്റൽ ബോട്ടിൽ, മിൽട്ടൻ്റെ ഒക്കെ ഒരു ബോട്ടിൽ എടുക്കുകയാണ്. അതിന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സൗണ്ട് വരും, ഒരു വൈബ്രേഷൻ വരും അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വൈറ്റ് ബോർഡ്, അതിനെ ഒന്ന് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സൗണ്ട്, ഒരു വൈബ്രേഷൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകളുണ്ട്. അതായത് അതിന്റെ മെറ്റീരിയൽ, സൈസ്, ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ ലെങ്ത്, ഇതെല്ലാം ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമുക്കതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. When an object vibrates freely, it vibrates in its innate frequency. This is the natural frequency of that object. Factors that influence the natural frequency of an object are length of the object, size of the object, elasticity, nature of the material, etc. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: What is forced vibration? Suggest some examples in the real world. അതായത് എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? റിയൽ ലൈഫിൽ ഉള്ള കുറച്ച് എക്സാമ്പിൾസ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിയൽ ലൈഫിൽ കുറച്ച് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ട്യൂണിംഗ് ഫോർക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഊഞ്ഞാലിടുന്ന സ്വിങ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു എക്സ്റ്റേണൽ സോഴ്സ് വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു റിയൽ ലൈഫ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ കറങ്ങുന്ന സമയത്ത് വൈബ്രേറ്റ് ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള സ്പിന്നിങ് മോട്ടർ ഒരു എക്സ്റ്റേണൽ ഫോഴ്സായി ആക്ട് ചെയ്തിട്ട് അതിനുള്ള ഡ്രമ്മിനെ വൈബ്രേറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ നമ്മൾ ഒരുപാട് ഒച്ചത്തിൽ സൗണ്ട് വയ്ക്കുന്ന സമയത്ത് വൈബ്രേഷൻ അറിയാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു വൈബ്രേഷൻ വരുത്തുന്നതിൻ്റെ കാരണം ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഹാപ്പൻസ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മെയ്ഡ് ടു വൈബ്രേറ്റ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ ഔട്ട്സൈഡ് സോഴ്സ്. Examples: a washing machine that shakes when it's running. The drum is being forced to vibrate by the spinning motor. A loudspeaker vibrates to make sound. It's not vibrating on its own. Electrical signals force it to vibrate, creating a sound waves. Explain the types of mechanical waves. അതായത് മെക്കാനിക്കൽ വേവ്സിന്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് എന്താണ്? എനർജി ട്രാൻസ്ഫറും മെക്കാനിക്കൽ വേവ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന രണ്ട് ടൈപ്പ് മെക്കാനിക്കൽ വേവ്സ് ആണുള്ളത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലും മറ്റൊന്ന് ട്രാൻസ്വേഴ്സുമാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേവ് ഡയറക്ഷന്റെ പാരലൽ ആയിട്ടായിരിക്കും വേവ്സിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ട്രാൻസ്വേഴ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വേവ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വേവ്സ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്: ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ട്രാൻസ്വേഴ്സ് വേവ്സ്: the particles of a medium vibrate perpendicular to the direction of propagation of the wave. Question: explain resonance. റെസൊണൻസ് എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെസൊണൻസ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഒന്നുകൂടി പറയണം. നാച്ചുറൽ ഫ്രീക്വൻസി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു വൈൻ ഗ്ലാസ് എടുക്കുക എന്നാണ് വിചാരിക്കുക.
ഈ വൈൻ ഗ്ലാസ് എടുത്തിട്ട് അതിനെ ഒരു പേനയോ ഒരു പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. അങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് അതിനൊരു വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആ വൈൻ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ആ ഗ്ലാസിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി റെസൊണൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു വൈൻ ഗ്ലാസ്സിൽ തന്നെ ഇതുപോലുള്ള ഒരു ലൗഡ് സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പം ആദ്യം ഒരു കുറഞ്ഞ ഹേർട്സിൽ ഈ സ്പീക്കർ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, ഇവിടെ വൈൻ ഗ്ലാസ്സിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇതിനെ കുറച്ചും കൂടി ഒരു 1000-1500 ഹേർട്സിലേക്ക് ഇതിൻ്റെ വോള്യം ഒന്ന് കൂട്ടി വെച്ചപ്പം എന്തായെന്ന് വെച്ചാൽ ഈ ഒരു വൈൻ ഗ്ലാസ് ഇളകാൻ തുടങ്ങി, അതായത് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഈ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഈക്വൽ ആയപ്പോഴാണ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്തത്, വൈബ്രേറ്റ് ചെയ്യാനായിട്ട് കാരണമായത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസൊണൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ, the objects are said to be in resonance. The objects undergoing resonance will vibrate with a maximum amplitude. Okay. അപ്പം എന്താണ് ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈൻ ഗ്ലാസ് ആണത്. അപ്പോൾ ഈ വൈൻ ഗ്ലാസ്സിലാണ് റെസൊണൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. പിന്നെ കുറച്ചുകൂടി സൗണ്ട് കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവസാനം എന്താവെന്ന് വെച്ചാൽ വൈൻ ഗ്ലാസ് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് റെസൊണൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ. ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 Hz. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? അതായത് ഇപ്പോൾ ഇതൊരു സിമ്പിൾ പെൻഡുലം ആണ്. ഓക്കെ, ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 Hz ആണ്. അപ്പോൾ അതിൻ്റെ പീരീഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 1/f എന്ന് പറഞ്ഞ ഫോർമുലയാണ്. ഇവിടെ നമുക്ക് ഗിവൺ എഫ് എന്താണെന്ന് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി 1 Hz ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 1/1 എന്നായിരിക്കും ടി ഈക്വൽ ടു വരിക. ദെർഫോർ ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ഈ ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 1 സെക്കൻഡ് ആണ്. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ ആൻഡ് എക്സാം പ്രിപ്പറേഷനിലൂടെ ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വേവ്സ്? അപ്പോൾ വേവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൺസിഡർ, ഇതൊരു വേവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വേവിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോൺസിക്യൂട്ടീവ് പോയിന്റ്സ്. ഇതാണ് ആ 2 കോൺസിക്യൂട്ടീവ് പോയിന്റ്സ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇവിടെയാണ് ഈ വേവ് എൻഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ തൊട്ടിട്ട് അതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് ഒരു പോയിന്റ് വരെ, അതായത് ഒരു സൈഡിലെ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ വരെയുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ എത്ര വട്ടമാണ് ഈ ഒരു ഓസിലേഷൻ സംഭവിക്കുന്നത്, അതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ഈവൻസ് ഒരു പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ എത്ര വട്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. നെക്സ്റ്റ് പീരിയഡ് ആണ്. പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ നടക്കാനായിട്ട് എത്ര സമയം എടുക്കുന്നു. ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ പൊസിഷൻ മുതൽ ഈ പൊസിഷൻ വരെ, അതായത് ഈ 2 പോയിന്റ്, ഇതിനെയാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു. മറ്റൊരു ഫീച്ചറാണ് സ്പീഡ് ഓഫ് ദ വേവ്. സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഒരു വേവ് ട്രാവൽ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് റിഫേഴ്സ് ടു ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ വേവ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ.
Frequency refers to the number of occurrences of a repeating event per unit of time. The time taken for one complete cycle of a wave or oscillation is called period. Wavelength is the distance between two consecutive particles which are in the same phase of vibration. Okay. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് വേവ്സ്. ക്വസ്റ്റ്യൻ ഡിഫൈൻ എക്കോ. എന്താണ് എക്കോ? എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ സൗണ്ടിന്റെ റിഫ്ലക്ഷനെയാണ് എക്കോ എന്ന് പറയുന്നത്. എന്താണ് ഇനീഷ്യൽ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ? ഇപ്പൊ നമ്മൾ ആളൊഴിഞ്ഞ ഒരു മുറി, അതിൽ ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവിടെ പോയിട്ട് ജസ്റ്റ് വെറുതെ നമ്മളത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് തിരിച്ച് നമുക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. അതാണ് ആ ഒരു ഇനീഷ്യൽ സൗണ്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ഫിനോമിനെയാണ് എന്ത്? എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എക്കോ is the sound heard after a while due to the reflection of the initial sound. Question: what is the relation between period and frequency? പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ ഇതൊരു വേവ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പീരീഡ് ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ സംഭവിക്കാൻ എടുത്ത സമയത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹയർ പീരീഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓസിലേഷൻ സംഭവിക്കാൻ ഇത്രയും സമയം എടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോവർ പീരീഡ്, അതായത് ഒരു ചെറിയൊരു പീരീഡിൽ ഒരു 2 ഓസിലേഷനൊക്കെ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, ഒരു 2 ഓസിലേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ ഹയർ ഫ്രീക്വൻസി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ടൈം പീരീഡിൽ ഒരുപാട് ഓസിലേഷൻസ്, ഇവിടെ ഒരുപാട് സമയത്തിൽ ചെറിയ ഓസിലേഷനേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പീരീഡ്, അതായത് ഹയർ പീരീഡ് എന്ന് പറഞ്ഞാൽ ലോവർ ഫ്രീക്വൻസി ആയിരിക്കും. അതുപോലെ തന്നെ ലോവർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടും. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോക്കാം. The time required for one oscillation equal to t and number of oscillation per second equals to f. അപ്പോൾ frequency equal to 1 by period. As the period increases, frequency decreases. അതേപോലെ തന്നെ if the frequency increases, period decreases. Explain persistence of hearing. Okay, അപ്പോൾ എന്താണ് persistence of hearing എന്ന് വെച്ചാൽ ഒരു ശബ്ദം അത് സംഭവിച്ചു കഴിഞ്ഞ ശേഷവും നമ്മുടെ ബ്രെയിനിൽ അതിന്റെ സെൻസേഷൻ കുറച്ച് സമയത്ത് കൂടി നിൽക്കുന്ന ഫിനോമിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് 1/10 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് refers to the phenomenon where the sensation of a sound remains in our brain for a short duration even after the actual sound has stopped. Okay, for human beings this persistence lasts for 0.1 seconds, അതായത് 1/10th of a second. Question: write down the uses of ultrasonic waves. Ultrasonic waves ന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ കിഡ്നിയിലുള്ള ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാവുമല്ലോ, കിഡ്നി സ്റ്റോൺ, അതിനെയൊക്കെ പൊട്ടിക്കാനായിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി, പിന്നെ ലിവർ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രഗ്നന്റ് ലേഡീസിന്റെ കുട്ടീൻ്റെ വളർച്ചയൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ അൾട്രാസോണിക് സ്കാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ വേവ്സ് എല്ലാം ഇങ്ങനത്തെ കുറച്ച് മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. To crush the small stones in the kidneys in physiotherapy, to take images of internal organs such as kidney, liver, gallbladder and uterus. Question: what is reverberation? അപ്പോൾ എന്താണ് റിവർബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ റിവർബറേഷൻ്റെ ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാരിങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് കുറേ നേരം അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ, നമ്മുടെ സൗണ്ടിൻ്റെ തന്നെ റിഫ്ലക്ഷൻ കുറേ നേരത്തേക്കായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഫിനോമിനയാണ് റിവർബറേഷൻ എന്ന് പറയുന്നത്.
നമ്മളൊരു സാധനം പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അതിന്റെ എഫക്റ്റ് ഗ്രാജ്വലി ഡിക്രീസ് ആയിട്ട് നമുക്ക് തന്നെ കേൾക്കണത്. ഓക്കെ, അപ്പൊ അതാണ് റിവറബറേഷൻ എന്ന് പറയുന്നത്. റിവറബറേഷൻ ഈസ് ദ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ഈവൺ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. It is due to the multiple reflection of sound and the boom fades away gradually. അപ്പോൾ ഇതാണ് റിവറബറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി സൗണ്ട് വേവ്സ് ചാപ്റ്ററിൽ തന്നെ fill in the blanks and name the following type questions ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Question: when an object vibrates freely, it vibrates in its innate frequency. This is called dash. Answer: natural frequency. Question: SI unit of period is dash. Answer: seconds. Question: dash vibration is the vibration of an object caused by an external vibrating source. Answer: forced vibration. Question: resonance occurs when the dash frequency of the forcing object equals that of the forced object. Natural frequency. Question: during resonance, the amplitude of the vibration becomes dash. Answer: maximum. Question: when a loud sound passes through a tube with paper balls inside, the balls are seen to vibrate due to the formation of dash and rarefactions. Answer: compression. Question: sound waves, water waves and seismic waves are examples of dash waves. Mechanical waves. Question: wave motion is a mode of transfer of dash from one part of the medium to another. Answer: energy. Question: sound waves require a dash to travel, unlike light waves which do not. Answer: medium. The back and forth movement of particles in a sound wave shows that the wave is a dash wave. Transverse wave. Question: the maximum displacement of a particle from its equilibrium position in a wave is called dash. Answer: amplitude. Question: the distance between two particles in the same phase of vibration is known as the dash of the wave. Answer: wavelength. Question: dash occurs when sound is repeatedly reflected within a room or hall, creating a prolonged sound. Answer: reverberation. Question: and dash is a reflection of sound that arrives at the listener after a delay, typically more than 0.1 seconds. Answer: echo. Question: one complete oscillation of a particle in a wave is known as dash. Answer: psych. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.